मेरे प्यारे बच्चों साइलम ऑनलाइन उर्दू क्लास में सभी को मेरा पर खुलूस आदाब. നാളെയാണ് നമ്മുടെ പബ്ലിക് പരീക്ഷ. ഉറുദു നല്ല അടിപൊളിയായിട്ട് നമുക്ക് എഴുതണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് അനസ് സാർ എത്തിയിട്ടുള്ളത്. നമുക്ക് നോക്കാം എന്താണ് ആ ചോദ്യം എന്നുള്ളത്. യെസ്, ഇവിടെ ഒരു ചിത്രം കാണുന്നുണ്ടല്ലോ. തസ്വീർ മേ ഹം ക്യാ ദേഖാ ഹൈ. ചിത്രത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? യെസ്, എന്താ കാണുന്നത്? യെസ്, ഒരു കച്ചവടക്കാരൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. മനോഹരമായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ നമ്മൾ കാണുന്നുണ്ട് അല്ലേ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആ വണ്ടിയിൽ ഉന്തുവണ്ടിയിൽ എന്തുണ്ട്, കുറച്ച് പച്ചക്കറികളോ ഫ്രൂട്ട്സോ ഒക്കെ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം നോക്കാം. ബച്ചോ കുട്ടികളെ, തസ്വീർ ദേഖ് കർ ചാർ ഫൽ ഓർ തർക്കാറിയോ കെ നാം അലഗ് അലഗ് ഖാനോ മേ ലിഖിയേ. ഈ ചിത്രം കണ്ടിട്ട്, തസ്വീർ ദേഖർ എന്ന് പറഞ്ഞാൽ ചിത്രം കണ്ടിട്ട്, ചാർ 4, ഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, ഫ്രൂട്ട്സ്, ഓർ തെർക്കാറിയ, എന്താ തെർക്കാറിയ പറഞ്ഞാൽ വെജിറ്റബിൾസ് അല്ലേ. വെജിറ്റബിൾസ് എന്ത് ചെയ്യണം, നാം എന്ന് പറഞ്ഞാൽ നെയിം, പേര് എന്ത് ചെയ്യണം, എഴുതുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. രണ്ട് വ്യത്യസ്ത കോളത്തിലാക്കിയിട്ട് നമ്മൾ എഴുതണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം നമുക്ക് 2 കോളം ഉണ്ട്, ഫൽ ഓർ തെർക്കാറിയ. ഫൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രൂട്ട്സ് അല്ലേ. അതേപോലെ തെർക്കാറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് അല്ലേ. ഇനി നോക്കാം നമുക്ക്. അപ്പോൾ ഫ്രൂട്ട്സിൻ്റെ പേര് നമുക്കറിയുന്ന ഫ്രൂട്ട്സിൻ്റെ പേര് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം എഴുതി വെക്കാം അല്ലേ. ഏതൊക്കെ ഫ്രൂട്ട്സിൻ്റെ പേര് നമുക്കറിയുന്നത്? ആം നമുക്കറിയാം, ആം. പിന്നെ അതേപോലെ നമുക്ക് അറിയുന്ന മറ്റൊരു ഫ്രൂട്ട്സ് ആണെന്ത്, അങ്കൂർ അല്ലേ. അതേപോലെ പിന്നെ നമുക്കറിയുന്ന മറ്റൊന്നാണ് സേബ്. അതേപോലെ പിന്നെന്താണ്, കേല അല്ലേ. എന്താണെന്ന് പറഞ്ഞാൽ ആം എന്ന് പറഞ്ഞാൽ മാങ്ങയാണ്, അങ്കൂർ എന്ന് പറഞ്ഞാൽ മുന്തിരിയാണ്, സേബ് എന്ന് പറഞ്ഞാൽ ആപ്പിളാണ്, കേല എന്ന് പറഞ്ഞാൽ പഴമാണ് അല്ലേ. ഇനി അതേപോലെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചാൽ തെർക്കാറിയ കണ്ടുപിടിക്കണം അല്ലേ. തെർക്കാറിയ. അപ്പോൾ നമുക്ക് ആദ്യം മിർച്ച് എഴുതി. എന്താ മിർച്ച്? പച്ചമുളക്. പിന്നെ നമ്മൾ ഖാജർ. എന്താ ഖാജർ? ക്യാരറ്റ് അല്ലേ. പിന്നെ നമുക്കറിയാം ടമാറ്റർ, തക്കാളി. പിന്നെ പ്യാസ്, വലിയ ഉള്ളി. ഈ രീതിയിൽ നമുക്ക് എഴുതാം. അപ്പം നമ്മൾ എന്ത് ചെയ്തു? ആം മാങ്ങ, അങ്കൂർ മുന്തിരി, സേബ് ആപ്പിൾ, കേല പഴം, മിർച്ച് പച്ചമുളക്, ഖാജർ ക്യാരറ്റ്, ടമാറ്റർ തക്കാളി, പ്യാസ് വലിയുള്ളി. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്തു, കണക്ട് ചെയ്യാം. ഇനി നമ്മോട് ചോദിക്കുന്ന രണ്ടാമത്തെ ചോദ്യം എന്താ ബച്ചോ കുട്ടികളെ, ആപ്കോ കോൺസാ പൽ പസന്ത് ഹെ. നിങ്ങൾക്ക് ഏത് പഴമാണ്, ഫ്രൂട്ടാണ് ഏറ്റവും ഇഷ്ടം? പസന്ദീദ പൽക്കെ ബാരേമേ അപ്നെ അൽഫാസ് മേ ലിഖിയേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പഴത്തെക്കുറിച്ച് എന്ത് ചെയ്യുക, ജുംല തയ്യാറാക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് സൂചകങ്ങൾ തന്നിട്ടുണ്ട്. ഇഷാര, ഖൂബ്സൂറത്ത് ഭംഗിയുള്ള രൂപം, രംഗ് നിറം, മീട്ട മധുരമുള്ള, അച്ച നല്ലത്, മസീദാർ രുചികരമായ, സിഹത്ത് ആരോഗ്യം. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ജുംല തയ്യാറാക്കണം. ഓക്കെ. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളിങ്ങനെ ജുംല തയ്യാറാക്കാം. നമുക്ക് നോക്കാം, നമുക്ക് എഴുതാം. അപ്പോൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് എടുത്തിട്ട് നമുക്ക് എഴുതാം. അപ്പോൾ നമ്മൾ ആമാണ് എടുക്കുന്നതെന്ന് വെച്ചോളി. ആമാണല്ലോ നമുക്ക് എല്ലാവർക്കും, മാമ്പഴം എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പോൾ ആമിനെ കുറിച്ച് നമ്മൾ എഴുതുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും നോക്കി? ആം അല്ലേ. മാംഗോ അല്ലേ, മാംഗോ മാമ്പഴം. അപ്പോൾ നമുക്ക് നോക്കാം. ഏ ആം ഹേ. പിന്നെ നമുക്ക് എഴുതാം ആം एक फल है, आम मीठा फल है, आम का रंग पीला है അല്ലേ. നമുക്ക് എഴുതാം. ഈ രീതിയിൽ 4 സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചു വെക്കാം. ഏ ആം ഹേ, ആം ഏക്ക് പൽ ഹേ, ആം മീഠാ പൽ ഹേ, ആം കാ രംഗ് പീലാ ഹേ. എന്താ അതിൻ്റെ അർത്ഥം കൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. ഏ ആം ഹേ, ഇതെന്താകുന്നു? ഇത് മാങ്ങയാകുന്നു അല്ലേ. ആം ഏക്ക് പൽ ഹേ എന്ന് പറഞ്ഞാൽ എന്താ? മാങ്ങ ഒരു ഫ്രൂട്ടാണ്, അല്ലെങ്കിൽ ഒരു പഴമാകുന്നു. ആ മീഠാ പൽ ഹേ, മാങ്ങ മധുരമുള്ള പഴമാകുന്നു. മാങ്ങയുടെ നിറം എന്താണ്? പീല, മഞ്ഞയാകുന്നു. ഈ രീതിയിൽ നമുക്ക് എഴുതിക്കൂടാ. സിമ്പിളായിട്ട് നമുക്ക് എഴുതിക്കൂടാ. ഒന്നുകൂടി നോക്കിക്കോ. ഏ ആം ഹേ, ഇത് മാങ്ങയാകുന്നു. ആം ഏക്ക് പൽ ഹേ, ഇത് മാങ്ങ ഒരു പഴമാകുന്നു. ആം മീഠാ പൽ ഹേ, മാങ്ങ മധുരമുള്ള പഴമാകുന്നു.
ആംകാ രംഗ് പീലാഹെ, മാങ്ങയുടെ നിറം മഞ്ഞയാകും. ഇത്തരത്തിൽ 4 പോയിന്റ് നമ്മൾ എഴുതുകയും ഇതേപോലെ 2 തരം തിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ആക്ടിവിറ്റിയുടെ എത്ര മാർക്ക് നമുക്ക് കിട്ടൂടാ മക്കളെ? യെസ്, 5 മാർക്കും നമുക്ക് കിട്ടും. ഇതേപോലെയുള്ള സർഗർമിയാം ആക്ടിവിറ്റീസ് ആണ് നമുക്ക് എന്ത് ചെയ്യുക, പരീക്ഷയിൽ ചോദിക്കുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ആക്ടിവിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ സിമ്പിൾ ആൻഡ് ഹംബിൾ ആയിട്ട് എഴുതുന്നുള്ള എല്ലാ മക്കളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ആ ഒരു വിലയേറിയ കമൻറ്റ് ഇട്ട്, അതേപോലെ ഈ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ എന്ത് ചെയ്യുക, ഇതിന് താഴെ നൽകുക. അഗല ക്ലാസ് में आना सर फिर मिलेगा. सबका बहुत बहुत शुक्रिया. बाय बाय.